സോറി ഗേൾസ്, മൈ വൈഫ് ഈസ് വെരി സ്ട്രിക്റ്റ്. അത് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പാലം മതി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസ്ഥാനം ഒഴിവാക്കിയ കുറ്റിപ്പുറം പാലം. ആ പാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എങ്ങോട്ടാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഭാരതപ്പുഴയുടെ തൊട്ടടുത്തേക്ക് ഒരു ഇടവഴിയിലൂടെ നമ്മൾ അങ്ങനെ നടന്നു പോയിട്ട് ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് മനോഹരമായിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു മനോഹരതയില്ല. വൈക്കോല് പഴുത്ത് പാകിയിട്ടുള്ള ആ വർക്ക്ഷോപ്പിൽ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ശശിയേട്ടൻ, ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ് എന്ന് കാർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. വണ്ടി എങ്ങനെ പണിയെടുത്തിട്ടുണ്ടെങ്കിലും ഇടത് ഭാഗത്തേക്ക് പോവുള്ളൂ, ബ്രേക്ക് ചൂട്ടാലും ഇടത് ഭാഗത്തേക്ക് പോകും. ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ശശിയേട്ടനെ വയനാട്ടിൽ നിന്ന് വരുത്തി. വലിയ ആഡംബര പ്രൗഢിയൊന്നും ഇല്ല എങ്കിൽ പോലും പണിയെടുക്കുന്നത് മനോഹരമായിട്ടുള്ള പണിയാണ് അദ്ദേഹം എടുക്കുന്നത്. ഇടതുപക്ഷ ചിന്താഗതിയും വേണ്ട, വലതുപക്ഷ ചിന്താഗതിയും വേണ്ട, സമദൂര സിദ്ധാന്തം നമുക്ക് എടുക്കാം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പറഞ്ഞതുപോലത്തെ സമദൂര സിദ്ധാന്തത്തിലൂടെ വണ്ടി ഓടിച്ചോട്ട് പോകാൻ. ഷോക്ക് പണി ഏതായാലും ഒന്ന് എടുക്കാം, മുൻഭാഗങ്ങളൊക്കെ അഴിച്ചതല്ലേ എന്നുള്ള രീതിയിൽ ഷോക്ക് പണി എടുക്കാൻ വേണ്ടിയിട്ട് ശശിയേട്ടൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടക്കൽ കൊണ്ടുപോയിട്ട് അതും തീർത്തു. അങ്ങനെ ആ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോൾ ഇടതുമില്ല വലതുമില്ല, സമദൂര സിദ്ധാന്തത്തിലേക്ക് തന്നെ. പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ തന്നെ ചേരിചേരാ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അംബാസഡർ കാറിൻ്റെ 3-4 വർഷം കണ്ട ടെക്നോളജിയ ഒന്നുമല്ല. പഴയ കാലത്ത് നൂല് കെട്ടിയിട്ട് അളവ് നോക്കാൻ ടയറിൻ്റെ നീളം വീതിയും. ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും അറിയുന്നില്ല. എന്താണെങ്കിലും എൻ്റെ പ്രശ്നം ശശിയേട്ടൻ അങ്ങോട്ട്